എല്ലാ പ്രിയപ്പെട്ടവർക്കും അനസ്പീക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം വളരെ ഉപകാരപ്രദമാണ്. ഇത് വളരെ വിശദമായിട്ട് അറിയേണ്ട വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് മൂലം അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ബന്ധുവാണ് നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചത്. ഒരുപാട് ബില്ലായിട്ടുണ്ട്, സോ അദ്ദേഹത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫിനാൻഷ്യലി എന്ന് പറഞ്ഞിട്ടാണ് ആ വോയിസ് വന്നത്. ആ സമയം ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ വ്യക്തിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്ന രീതിക്കാണ് ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇല്ലായിരുന്നല്ലോ, കാരണം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു ബില്ല് സ്വന്തം കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും എടുത്ത് അടയ്ക്കേണ്ടി വരുന്നത് അല്ലേ. ഒരു വ്യക്തി ഇത്തരം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രോഗം ഭേദമാകുന്ന സന്തോഷമുള്ള കാര്യത്തോടൊപ്പം ആ വ്യക്തിക്ക് ടെൻഷൻ കൂട്ടുന്ന മറ്റൊരു കാര്യമായിരിക്കും വരുന്ന ബിൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അല്ലേ. അപ്പൊ ഒരുപാട് പേർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലർക്കും അവരുടെ അസറ്റുകൾ, പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഭീമമായിട്ടുള്ള ബില്ലാണ്. പക്ഷെ അസുഖം ഭേദമാകേണ്ടതാണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നേരെയാവേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്ത് കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരുപാട് കയ്യിൽ നിന്ന് പണം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കേണ്ടതാണ് അല്ലേ. പലപ്പോഴും പലരും കടക്കാരായി മാറുന്നത് പോലും ഇത്തരത്തിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആകുന്ന സിറ്റുവേഷനിലാണ്. അവിടെയാണ് എന്തിന്റെ പ്രയോജനം? ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രയോജനം. ഇന്ന് നമ്മൾ വിശദമായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയാൻ പോകുന്നത്. ഇതുവരെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ വെൽക്കം ഓൾ ഓഫ് യു വൺസ് അഗൈൻ ടു അന സ്പീക്സ്. ലെറ്റ്സ് കണ്ടിന്യൂ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ബില്ല് നമുക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുന്ന രീതിയിലേക്ക് അവരുമായിട്ടൊരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ട് രീതിക്കാണ് കമ്പനികൾ ചെയ്യുന്നത്. ഒന്ന്, ക്യാഷ്ലെസ് ക്ലെയിം. അതായത് നമ്മുടെ ബില്ല് നമ്മൾ 1 രൂപ പോലും ആശുപത്രിയിൽ അടയ്ക്കാതെ, 1 രൂപ പോലും മീൻസ് എത്രയാണോ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നത് അത്രയും തുക നമുക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരുന്നില്ല. അത് ഇൻഷുറൻസ് കമ്പനി നേരിട്ട് അടച്ചോളും. ഇതാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്ന ക്ലെയിം സിസ്റ്റം. ഇനി റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഹോസ്പിറ്റൽ ബില്ല് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് അടയ്ക്കേണ്ടി വരും. അതിനുശേഷം ആ പൈസ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടും. എന്നാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ക്യാഷ്ലെസ് ആണ്. കാരണം ക്യാഷ്ലെസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവാതെ അത് നേരിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുന്നതാണ്. അപ്പൊ ക്യാഷ്ലെസ് ക്ലെയിമുകളാണ് നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്? ഒരു 18 വയസ്സായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക്, അതായത് മക്കൾക്കും, ഭാര്യ, അമ്മ, അച്ഛൻ, അങ്ങനെ ഒരു ഫാമിലി ആയിട്ടും പോളിസി എടുക്കാൻ പറ്റും. അപ്പോൾ ആ അച്ഛന് കുട്ടിക്ക് വേണ്ടി എടുക്കാൻ പറ്റും. എന്നാൽ കുട്ടിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. ഇനി എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി 2 മാർഗങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് വഴി എടുക്കുക. ഉദാഹരണത്തിന് സ്റ്റാർ ഹെൽത്തിന്റെ ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് നോക്കാം. നോക്കാന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ഏജന്റ്, ഫോർ എക്സാമ്പിൾ സ്റ്റാർ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഏജന്റ് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പറയാനുള്ളത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വ്യത്യസ്ത തരം ഇൻഷുറൻസ് പോളിസീസ് അല്ലെങ്കിൽ പ്ലാനുകളെ കുറിച്ച് മാത്രമായിരിക്കും. എന്നാൽ ഓൺലൈനായിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ പോളിസി ബസാർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ അല്ലെങ്കിൽ അവരുടെ പോളിസീസിന്റെ പ്ലാനുകളെ താരതമ്യം ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ഈ സ്റ്റാർ ഹെൽത്തും കാണാൻ കഴിയും. അപ്പൊ എത്ര രൂപ ഒക്കെയാണ് ഇതിനകത്ത് കവറേജ് കിട്ടുന്നത്? കവറേജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, അഡ്മിറ്റ് ആവുമ്പോൾ ആ ഹോസ്പിറ്റലിൽ എത്ര രൂപയുടെ ബില്ലുകൾ വരെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ കവറേജ് എന്ന് പറയുന്നത് നമുക്ക് 5 ലക്ഷം മുതലൊക്കെ എടുക്കാവുന്നതാണ്. അതിന് മുകളിലും അതിന് താഴെയും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു മിനിമം ഒരു 5 ലക്ഷമെങ്കിലും നമ്മൾ എടുത്തിരിക്കണം. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, അപ് ടു 1 കോടി രൂപ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ 1 കോടി രൂപ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില എളുപ്പ വഴികളുണ്ട്. ഒരുപാട് തുക അടയ്ക്കാതെ തന്നെ പ്രീമിയം, അതായത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് പ്രീമിയം. ആ പ്രീമിയം ഒരുപാട് ആവാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് എമൗണ്ട് കൂട്ടാൻ പറ്റുന്ന പല ആഡപ്പുകളും ഈ ഇൻഷുറൻസിൽ ഉണ്ട്. അതും കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി എപ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരു സാധാരണഗതിയിൽ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് പല ഇൻഷുറൻസ് കമ്പനികളും തരുന്നതെങ്കിലും 2 മണിക്കൂർ മുതൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊണ്ടുവരുന്ന പല കമ്പനികളും പല പ്ലാനുകളും പോളിസികളും ഇപ്പോൾ നിലവിലുണ്ട്. അതിനെക്കുറിച്ചും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതായത് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഇൻഷുറൻസിൽ പറയുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമായിരിക്കും ക്യാഷ്ലെസ് ആയിട്ടുള്ള ക്ലെയിം കിട്ടുന്നത്. അതായത് നമുക്ക് അടുത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലുകൾ അതിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, കൂടുതൽ ഹോസ്പിറ്റലുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്നാൽ പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും മിക്ക ഹോസ്പിറ്റലുകളും പല ഇൻഷുറൻസ് കമ്പനികളും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ട ഹോസ്പിറ്റലുകളൊക്കെ അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, അടുത്തുള്ളതും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ പരിശോധിക്കേണ്ടതാണ്. എന്റെ ഫാമിലിയിൽ നിന്ന് ഒരിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ നടക്കുകയും അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് നമുക്ക് വലിയൊരു റൂം കാറ്റഗറിയാണ് അവർ തന്നത്. അതായത് സ്യൂട്ട് റൂം എന്ന രീതിക്ക് ഒരു എക്സിക്യൂട്ടീവ് റൂമാണ് തന്നത്. എന്നാൽ എന്റെ ഇൻഷുറൻസ് ആ സമയത്ത് എക്സിക്യൂട്ടീവ് റൂമുകൾ കവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അവസരത്തിൽ എന്ത് സംഭവിച്ചു, എനിക്കുള്ള കവറേജ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം 5000 രൂപയുടെ റൂമാണ് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് 7000 രൂപയുടെ റൂമാണ് കിട്ടിയതെങ്കിൽ ബാക്കി വരുന്ന 2000 രൂപ ഞാൻ എക്സ്ട്രാ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എനി റൂം റെന്റ് കാറ്റഗറി എടുക്കുന്നതാണ്. എനി റൂം റെന്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഏത് റൂം ആണെങ്കിലും നമ്മുടെ ആ ഒരു കവറേജ് എമൗണ്ടിൽ നിന്നും ആ ഒരു പണം എന്ത് ചെയ്യും, ഈ റൂമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ് കോ പേ എന്ന് പറയുന്നത്. കോ പേ, അപ്പൊ കോ പേ എപ്പോഴും 0% ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം 0% മുതൽ 20% മുതൽ 100% വരെ കോ പേ ഉണ്ട്. എന്താണ് കോ പേ എന്ന് പറയുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 20% കോ പേ ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലാകുന്നതിന്റെ 20% തുക നമ്മൾ അടയ്ക്കണം. ബാക്കി 80% ആരടയ്ക്കും? ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലോസുകളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. കാരണം എന്താ, കോപ്പേ 0% ആണെങ്കിൽ നമ്മൾ ഒരു തുകയും അങ്ങോട്ട് അടയ്ക്കേണ്ടതില്ല. കംപ്ലീറ്റ് തുകയും ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ കവർ ചെയ്തോളും. ഇനി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഫ്യൂച്ചേർഡ് ബെനിഫിറ്റ്സ് ആണ്. അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിന് മുന്നേ ഒരു 60 ദിവസം, ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ഒരു 90 ദിവസം ഒക്കെ വീണ്ടും നമ്മുടെ എക്സ്പെൻസുകൾ കവർ ചെയ്യുന്ന രീതിക്കുള്ള പല പോളിസീസും ഉണ്ട്. അത് നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ആ ഒരു എക്സ്പെൻസ് കൂടി നമുക്ക് കവർ ആവും. നമുക്കറിയാം ഹോസ്പിറ്റൽ ഇപ്പോഴത്തെ കാലത്ത് 1 ഡേ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസമായിരിക്കും സർജറി നടക്കുന്നത്, അടുത്ത ദിവസം മുതൽ നമ്മൾ വീട്ടിൽ പോകും. എന്നാൽ മരുന്നിനുള്ള എക്സ്പെൻസ് പോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ചിലവാകും. ആ സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷം ഒരു 90 ദിവസം കൂടി കവറേജ് കിട്ടുന്ന പോളിസീസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇനി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റീസ്റ്റോറേഷൻ. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് റീസ്റ്റോറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത കവറേജ് എമൗണ്ട്, ഉദാഹരണത്തിന് നമ്മൾ ചൂസ് ചെയ്തത് 5 ലക്ഷം ആയിരുന്നു എന്നിരിക്കട്ടെ. ഈ 5 ലക്ഷം ഒരു പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കംപ്ലീറ്റ് നമുക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തന്നു. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഹോസ്പിറ്റലായി. സാധാരണഗതിയിൽ ഒരു വർഷത്തിലാണ് 5 ലക്ഷം രൂപ നമുക്ക് കവറേജ് കിട്ടേണ്ടത്. എന്നാൽ റീസ്റ്റോറേഷൻ എന്നുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ഇൻഷുറൻസിൽ ഉണ്ട് എങ്കിൽ ഒരു തവണ ഹോസ്പിറ്റൽ വിട്ട് കഴിഞ്ഞാൽ അടുത്ത അസുഖത്തിന് വീണ്ടും നമ്മൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ 5 ലക്ഷം രൂപ അവിടെ ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്ത് തരും. ഇങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ടോ അപ്പോഴൊക്കെയും തന്നെ നമ്മുടെ ആ ഒരു കവറേജ് എമൗണ്ട് പുതുക്കി തരും. അതായത് വീണ്ടും 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്ത അസുഖത്തിന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും 5 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി ഇത് ഇല്ലാന്നുണ്ടെങ്കിലോ ഒരു വർഷത്തിൽ മൊത്തം 5 ലക്ഷം രൂപയായിരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയാലും. അപ്പൊ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു, 5 ലക്ഷം രൂപ അവിടെ ചെലവായി കഴിഞ്ഞാൽ പിന്നെ ആ വർഷം തീരുന്നവരെ നമുക്ക് 5 ലക്ഷം രൂപ റീസ്റ്റോർ ആയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഓഫ് കവറേജ് എടുക്കുന്നതാണ്
ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് OP അഥവാ ഔട്ട് പേഷ്യന്റ് കവറേജ് നൽകുന്നുണ്ട്. നമ്മളൊരു പക്ഷെ ഇതൊക്കെ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ, തിരഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് അഡീഷണൽ തുക കൂടി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ആഡപ്പാണ് കൺസ്യൂമബിൾ കവറേജ്. കൺസ്യൂമബിൾ കവറേജ് നമ്മൾ എപ്പോഴും എടുത്തിരിക്കണം. കാരണം ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലൗസ്, അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൂടെ ഇൻഷുറൻസിൽ കവർ ആവുന്ന രീതിക്കായിരിക്കും ഈ കൺസ്യൂമബിൾസ് കവർ വരുന്നത്. ആംബുലൻസ് കവറേജ്, അതായത് ഫ്യൂച്ചറിലൊക്കെ നമുക്കിവിടെ എയർ ആംബുലൻസ് ഫെസിലിറ്റി ഒക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് കൂടി കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പൊ ആംബുലൻസിന്റെ എമൗണ്ട്, ആംബുലൻസിന്റെ എക്സ്പെൻഡിച്ചർ കൂടി കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് തന്നെ നമ്മളിപ്പോ ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്. ഉദാഹരണത്തിനായി നിവാബുപ്പ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ പോളിസിക്ക് അകത്ത് തന്നെ ചില ആഡപ്പുകൾ കാണാം. ആ ആഡപ്പിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്യൂമബിൾ കവറേജ്. എന്നാൽ ഈ ഒരു കൺസ്യൂമബിൾ കവറേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 500 രൂപയോ 600 രൂപയോ ഒക്കെ എക്സ്ട്രാ കൊടുത്ത് അതിന് പർച്ചേസ് ചെയ്ത് നമ്മുടെ പോളിസിക്കകത്ത് ആഡ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഐസ്ക്രീം മേടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് തരണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പിസ്സ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് ചീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് കടയിൽ നിന്ന് ചോദിക്കുന്നത് പോലെ, ഷോപ്പിൽ നിന്ന് ചോദിക്കുന്നത് പോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മൾ ചൂസ് ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണമോ എന്ന് ചോദിക്കുന്നതാണ്. ഇനി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് പുറമെ മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ആഡപ്പുകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ 10 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്നിരിക്കട്ടെ. 10 ലക്ഷം രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 15 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെയാണ് ബിൽ എമൗണ്ട് വന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതായത് ബാക്കി 10 ലക്ഷം രൂപ നമ്മൾ അവർക്ക് ഹോസ്പിറ്റലിന് അടച്ചു കൊടുക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആഡപ്പ് കൂടെ ചെയ്തിരിക്കണം. ആ ആഡപ്പാണ് ബൂസ്റ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള ആഡപ്പുകൾ. അത് മറ്റ് ഇൻഷുറൻസ് കമ്പനികളായിരിക്കും നമുക്ക് തരുന്നത്. അതായത് ആദ്യത്തെ 10 ലക്ഷം രൂപ കഴിഞ്ഞാൽ ബാക്കി, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 കോടി രൂപ വരെ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ 10 ലക്ഷം രൂപ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് കവർ ചെയ്യാൻ വേണ്ടി രണ്ടാമതൊരു ആഡപ്പ് കൂടി നമുക്ക് എടുക്കാം. എന്നാൽ അതിന് വലിയ തുകയൊന്നും ആവത്തില്ല, ഒരു 1000-2000 രൂപ മാത്രമേ അങ്ങനെ അഡീഷണൽ ആയിട്ട് ആഡപ്പ് എടുക്കുന്നതിന് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളൊരു 20,000 രൂപ ഒരു വർഷത്തിൽ വാർഷിക പ്രീമിയത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു 2,000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 10 ലക്ഷത്തിൽ നിന്ന് ഒരുപക്ഷെ 1 കോടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ പറ്റും? ആദ്യത്തെ 10 ലക്ഷം ആദ്യത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തരും. അതിനുശേഷം വരുന്ന തുക മാത്രം ആയിരിക്കും രണ്ടാമത്തെ നമ്മൾ ചെയ്ത ആഡപ്പ് ചെയ്ത കമ്പനി തരുന്നത്. നമുക്കറിയാം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ഒക്കെയുള്ള കവറേജ് നമുക്ക് എടുക്കുമ്പോൾ വാർഷികമായിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 10,000 മുതൽ 20,000-25,000 അല്ലെങ്കിൽ 30,000 ഈ റേഞ്ചിലായിരിക്കും. ഇതിന്റെ തുക കൂടുന്നതും കുറയുന്നതും നമ്മൾ എത്രത്തോളം നമുക്ക് അസുഖങ്ങളുണ്ട്, നമ്മുടെ ഏജ് എത്രയാണ്, ഏജ് കൂടുന്തോറും ഒരു പക്ഷെ ഈ അടയ്ക്കേണ്ട പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടും. അതുകൊണ്ട് എത്രയും നേരത്തെ എടുക്കുന്നതാണ് അത്രയും നല്ലത്. പിന്നെ വന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആഡപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ കൺസ്യൂമബിൾ കവറേജ് പോലെയുള്ള ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകം പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ ആണ് വേൾഡ് വൈഡ് കവറേജ് എന്ന് പറയുന്നത്. നമ്മൾ ലോകത്ത് എവിടെ ഹോസ്പിറ്റലുകളിൽ പോയി അഡ്മിറ്റ് ആയാലും റീഇംബേഴ്സ്മെന്റ് എന്നുള്ളൊരു സ്കീം നമുക്ക് അവിടെ ലഭിക്കും. അതായത് നമ്മൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലാത്ത ഹോസ്പിറ്റലായിരിക്കും വിദേശത്തുള്ള ഒരു ഹോസ്പിറ്റൽ. വിദേശത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെ വിദേശത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്ന രീതിയാണ് വേൾഡ് വൈഡ് കവറേജ് എന്ന് പറയുന്നത്. ഇതും ഒരു ആഡപ്പാണ്. ഇങ്ങനെയുള്ള ആഡപ്പുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കവർ ആയിരിക്കണം എന്നില്ല. അത് കവർ ആവണമെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ ആയിരിക്കണം. അതായത് മെഡിസിപ്പ് പോലെയുള്ള ചില ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ആയിരിക്കും പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കവർ ആവുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ, അതായത് സ്റ്റാർ ഹെൽത്ത്, നിവാബുപ്പ, HDFC, ടാറ്റ
ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ ഹോസ്പിറ്റലുകൾ കവർ ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമുക്ക് 20,000 രൂപയൊക്കെ അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ ചിലപ്പോൾ അതിൽ കൂടുതലും ചിലവാക്കേണ്ടി വന്നേക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു 30,000 രൂപ പ്രീമിയത്തിൽ 10 ലക്ഷം രൂപയുടെയോ 20 ലക്ഷം രൂപയുടെയോ അല്ലെങ്കിൽ 1 കോടി രൂപയുടെയോ ഒക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ്. അതൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. നമുക്ക് ധൈര്യമായി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാം, അല്ലെ? അത്തരത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നാൽ തീർച്ചയായും അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് മനസ്സിന് സമാധാനമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ടും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മസ്റ്റായിട്ടും എടുത്തിരിക്കേണ്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കവർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ കവർ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി നമുക്ക് എടുത്തേക്കാം. പല ഹെൽത്ത് ഇൻഷുറൻസുകളിലും നമുക്കൊരു സീനിയോറിറ്റിയുടെ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ചില സർജറികളൊക്കെ അതിൽ കവർ ആവുകയുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് മാറുമ്പോൾ അവിടെ ചെയ്യേണ്ടത് പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിയ ബെനിഫിറ്റ് അതേപോലെ പുതിയ ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം. നമുക്ക് ഒരുപാട് കാലമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് നമ്മൾ മറ്റൊരു കമ്പനിയിലോട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമുക്ക് ആ കിട്ടുന്ന ബെനിഫിറ്റുകൾ, നമ്മൾ ഇത്രയും കാലം വെയിറ്റിംഗ് കിട്ടിയ ആ വെയിറ്റിംഗ് പീരീഡിന്റെ ബെനിഫിറ്റുകൾ പുതിയ ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോർട്ട് ചെയ്ത് വേണം ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് മാറേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇതിന്റെ ബാക്കി ഭാഗം വരാനുണ്ട്. ഞാൻ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തതെന്നുള്ളത് എനിക്കിനി പറയാനുണ്ട്. ഞാൻ എടുത്ത കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു സീരിയസ് ആയിട്ടൊരു മാറ്റർ സംഭവിച്ചു. അതായത് അവരെനിക്ക് ചെന്ന ഹെൽത്ത് ചെക്കപ്പിൽ തന്ന ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ട് എനിക്ക് അവർ ഫോർവേഡ് ചെയ്ത് തന്നു. എന്റെ ഹെൽത്ത് ഇൻഷുറൻസിനെ തന്നെ ഒരു പക്ഷെ ബാധിച്ചേക്കാവുന്ന ഒരു വലിയൊരു ഫോൾട്ട് ആണ് ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെക്കുറിച്ചായിരിക്കും ഞാൻ 3ാമതൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.